ഹേ ഓൾ, കുറേ കാലമായിട്ട് ഞാൻ മിന്ത്രയിൽ കുറേ പ്രൊഡക്ട്സ് വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊതുവേ എല്ലാം ഒന്നും വാങ്ങിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാനൊരു 5-10 ടോപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അണ്ടർ ₹500. ഇതിൽ ഒരെണ്ണം മാത്രം അബവ് 500 ആണ് റേറ്റ് വരുന്നത്. ബാക്കിയെല്ലാം ബിലോ 500 ആണ്. അപ്പം ചിലതൊക്കെ എനിക്ക് ഇഷ്ടമായി, ചിലതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഇതതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. സോ ലെറ്റ് us jump into the video. ഫസ്റ്റ് വൺ ഈ ഒരു ടോപ്പാണ്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു പോളിസ്റ്റർ മെറ്റീരിയലിൻ്റെ ടോപ്പാണ്. ഇതിൻ്റെ നെക്കിൽ ഇങ്ങനൊരു ഹോളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഇടാം, പിന്നെ നമുക്ക് ഇങ്ങനെ ഇടാം. ഓക്കെ, ഇതിനെന്തായിരുന്നു, കോൾഡ് ഷോൾഡർ ആക്കിയിട്ട് ഇടാം, നോർമലായിട്ടും ഇടാം. ഓഫ് ഷോൾഡർ ആക്കിയിട്ടും ഇടാം, നോർമലായിട്ടും ഇടാം. പിന്നെ പഫ് സ്ലീവ്സാണ് വരുന്നത്. ഡ്രസ്ബറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ടോപ്പാണിത്. ഞാനിത് വാങ്ങിച്ചത് 382 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ഈ ടാഗിൻ്റെ മേലെ ഇതിൻ്റെ MRP ആണെന്നത് 999 ആണ്. അപ്പം 382 രൂപയ്ക്ക് ഇത് നല്ലൊരു ടോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വൈറ്റ് പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇട്ട ഭംഗി ഉണ്ടാവും. നെക്സ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് ടോപ്പാണ്. ഇതും ഡ്രസ്ബറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 434 രൂപയ്ക്കാണ്. ഇതിൻ്റെ സൈഡിൽ ചെറിയ ജനിക്കുമ്പോഴുള്ള കുട്ടികൾക്ക് നമ്മൾ കെട്ടിക്കൊടുക്കുന്ന ഒരു ഡ്രസ്സൊക്കെ ഇല്ലേ, അതുപോലെ 4 കെട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, കാരണം ഇതിൻ്റെ അടിയിലത്തെ ലൈനിങ് ഇത്രയേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു സിബൊക്കെ വരുന്നുണ്ട്, അതെന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ ടോപ്പിൻ്റെ ആകെ ഒരു പ്രോബ്ലം, ഇതിൻ്റെ സ്ലീവ്സ് നമ്മൾ ഇടുമ്പം ഇങ്ങനെ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കൊരു ക്ലോത്തിങ് ടേപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് ടോപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇത് വെക്കണോ അതോ റിട്ടേൺ അയക്കണോ എന്ന്. ഇത് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന ഒരു പോളിസ്റ്ററാണ്. ഇതും ഡ്രസ്ബറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്, പിന്നെ വി നെക്കാണ് വരുന്നത്. ഫുൾ ടോപ്പ് ടു ബോട്ടം നമുക്ക് ബട്ടനാണ് വരുന്നത്. ടോപ്പാണെങ്കിൽ ഇത് നമ്മൾ ഷർട്ട് പോലെ വേണം ഇടാൻ. ഇത് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി, കീപ്പ് ചെയ്യണോ റിട്ടേൺ ചെയ്യണോ എന്ന്. ചിലപ്പോൾ ഞാനത് റിട്ടേൺ കൊടുക്കും. ഇതിൻ്റെ മേലെ ഇതിൻ്റെ റേറ്റ് 1199 ആണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചത് 391 രൂപയ്ക്കാണ് ഞാൻ ഇത് മേടിച്ചത്. പക്ഷേ ഇത് എനിക്കറിയില്ല ഇത് ഇടുമോ ഇല്ലയെന്ന്. ക്രോപ്ഡ് ലെങ്ത്താണ് വരുന്നത്. പിന്നെ ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ ഇവിടെ ഒരു എലാസ്റ്റിക് സാധനം വരുന്നുണ്ട്. ഭയങ്കര വലിയ സ്ലീവ്സ്. എനിക്കിത് ഇട്ടിട്ട് ചേരുന്നുണ്ടോ ചേരാത്ത പോലൊരു തോന്നൽ. അപ്പം ഈ ടോപ്പ് ഞാൻ ചിലപ്പം റിട്ടേൺ അയക്കും. നെക്സ്റ്റ് ടോപ്പും എനിക്കിഷ്ടപ്പെട്ടൊരു ടോപ്പാണ്. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന, നെക്കിൽ നമുക്കിങ്ങനെ ഒരു ബട്ടൺ ഊരാനും ഇടാനൊക്കെ പറ്റും. പിന്നെ സ്ലീവ്സ് വരുന്നുണ്ട്. ക്രോപ്ഡ് ലെങ്ത് അല്ല, നല്ല മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇതും ഡ്രസ്ബറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇതൊരു ഡ്രസ്ബറി ബ്രാൻഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇത് നല്ല ടോപ്പാണ്. നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പം ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. ലൈക്ക് നമ്മുടെ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പാണ്. നല്ല അവിടെ എവിടെയും കയറിയതും ക്രോപ്ഡ് ലെങ്ത്തും അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് ഇത് എനിക്കും ഇഷ്ടപ്പെട്ടു, എൻ്റെ അമ്മക്കും ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ്. അപ്പം ഇതിന് മാത്രം 500 അബവ് ആണ് റേറ്റ് വരുന്നത്. ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് 561 രൂപയ്ക്ക് എന്തോ ആണ്. 500-600 രൂപയ്ക്ക് നല്ല വേർത്തായിട്ടുള്ളൊരു ടോപ്പായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിച്ചതെല്ലാം മീഡിയം സൈസിലാണ്. ഇപ്പോൾ കാണിച്ച എല്ലാ ടോപ്സും ഞാൻ വാങ്ങിച്ചത് മീഡിയം സൈസിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ കളർ ഓപ്ഷൻ മിന്ത്രയിൽ തന്നെ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ക്രീം ഉണ്ട്, അങ്ങനെ ഏതൊക്കെയോ കളേഴ്സ് മിന്ത്രയിൽ തന്നെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടോപ്പ് ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് തന്നെയാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്ക് കുറച്ച് ഡീപ്പാണ്. പിന്നെ സ്ലീവ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ബാക്കിൽ ഒരു കെട്ടുന്ന സാധനമൊക്കെ ഉണ്ട്. ഈ ടോപ്പ് ഞാൻ വാങ്ങിച്ചത് 400 സംതിങ്ങിനാണ്. ഇതെനിക്ക് നല്ലൊരു ബൈ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഇട്ടിട്ടും നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് ഇടുമ്പോൾ. പിന്നെ നല്ല മെറ്റീരിയലാണ്. പോളിസ്റ്റർ അല്ല, വിസ്കോസ് റയോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്.
പക്ഷെ ഇടാൻ നല്ല സുഖമുണ്ട് ഈ ടോപ്പ്, നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നിയില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന 2 ടോപ്സ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ടോപ്സാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കിത് ഞാൻ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് വൺ ഈ ഒരു ടോപ്പാണ്. ഈ ഒരു എംപയർ കട്ടിൽ വീനക്ക് വരുന്ന ഇങ്ങനത്തെ ഒരു സ്ലീവൊക്കെ ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇതെനിക്ക് ഇട്ടിട്ട് ഒരു ചേരാത്ത പോലെ തോന്നി. പിന്നെ പോളിസ്റ്ററാണ് മെറ്റീരിയൽ. മൊത്തത്തിൽ എനിക്ക് ഈ ടോപ്പ് അത്ര വർക്കായില്ല. ഇത് ഞാൻ വാങ്ങിച്ചത് 315 അങ്ങനെ എന്തോ 318 റുപ്പീസിനാണ്. ഇത് ഈ ടോപ്പ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ മേലെ ഇതിൻ്റെ റേറ്റ് കൊടുത്തിരിക്കുന്നത് 899 റുപ്പീസാണ്. ഇത് എനിക്ക് റെഡി ആയിട്ടില്ല. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പാണ്. ഇതാണ് ഈ ഹോളിൽ ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും റേറ്റ് കുറവുള്ള ടോപ്പ്. ഇത് ഞാൻ വാങ്ങിച്ചത് 215 റുപ്പീസിന് എന്തോ ആണ്. ഇതിൻ്റെ മേലെ ഇതിൻ്റെ റേറ്റ് 999 ആണ് കാണിക്കുന്നത്. ഇത് മാത്രം ഞാൻ വാങ്ങിച്ചത് ലാർജ് സൈസിലാണ്. എന്നിട്ടും എനിക്കിതിൻ്റെ സ്ലീവ്സും നെക്കൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് കിട്ടുന്നില്ല. ഇവിടെയൊക്കെ എനിക്കിത് കുറച്ച് ലൂസായിട്ടോ ഫിറ്റിംഗ് പ്രശ്നമുള്ള പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് ഈ ടോപ്പും ഞാൻ റിട്ടേൺ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ടോപ്പല്ല, ഒരു ടീഷർട്ടാണ്. ഇത് മിന്ത്രയിൽ H&M ഞാൻ വാങ്ങിച്ചതാണ്. 400 and സംതിങ്ങിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് നമുക്ക് കാണുമ്പം തല തിരിച്ചിട്ട പോലെ തോന്നുന്നൊരു ടോപ്പാണ്. പിന്നെ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ ഉറുമ്പൊക്കെ കടിച്ച് തിന്ന പോലെയുള്ളൊരു ടോപ്പാണ്. ടീഷർട്ടാണ്. ഇതും അണ്ടർ 500 ആണ് റേറ്റ് വരുന്നത്. 400 സംതിങ് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അത്രയേ ഉള്ളൂ. ബൈ ബൈ.